എൻ.ഡി.എ വിട്ട് സി.കെ. ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിയിലേക്ക് ക്ഷണിക്കാനൊരുങ്ങുകയാണ് യു.ഡി.എഫ്. പാർട്ടിയുടെ മുന്നണി പ്രവേശനം യു.ഡി.എഫ് ഉടൻ തന്നെ ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യു.ഡി.എഫിന്റെ ഈ നീക്കം. സി.കെ. ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എ വിട്ടതോടെയാണ് യു.ഡി.എഫിന്റെ ഭാഗമാക്കാനുള്ള നീക്കം തുടങ്ങിയത്. സി.കെ. ജാനുവിന്റെ താത്പര്യം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഔദ്യോഗിക ചർച്ചയിലേക്ക് കടക്കുക. മുന്നണി നേതൃത്വം കൂടി പച്ചക്കൊടി കാട്ടിയാൽ സി.കെ. ജാനുവുമായി ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യു.ഡി.എഫ് സി.കെ. ജാനുവുമായി അടുക്കാൻ ശ്രമിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ ക്ഷണിക്കുന്നത് സംബന്ധിച്ച് യു.ഡി.എഫ് നേതാക്കളുമായി കൂടിയാലോചന നടത്തുമെന്ന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. അല്ല, അത് ഞങ്ങൾ UDF കൂടി ചർച്ച ചെയ്ത് മറ്റ് മുതിർന്ന നേതാക്കന്മാരുണ്ട്, UDF-നകത്തുള്ള മറ്റ് മുതിർന്ന നേതാക്കന്മാരുണ്ട്, അവരുമായൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതിനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗത്തേക്ക് വരുന്നത്. അതേസമയം ആരുമായും ഔദ്യോഗികമായി ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് സി.കെ. ജാനു പ്രതികരിച്ചു. യു.ഡി.എഫ് ചർച്ചയ്ക്ക് വന്നാൽ സംസാരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും സി.കെ. ജാനു പറഞ്ഞു. ഒറ്റയ്ക്ക് നിന്ന് പാർട്ടി ശക്തിപ്പെടുത്തുക, അതിനോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടലും നടത്തുക, അങ്ങനെ അത്രമാത്രമേ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചു. രാജ്യസഭാ സീറ്റ് അടക്കമുള്ള ആവശ്യങ്ങളിൽ അമിത്ഷായ്ക്ക് പരാതി നൽകിയിട്ടും തീരുമാനമാകാതിരുന്നതോടെയാണ് JRP എൻ.ഡി.എ വിട്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.